അഞ്ചുതെങ്ങിൽ സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീടുകൾ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് താമസക്കാരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കോൺക്രീറ്റ് പാളിയിൽ ഇളകി വീണ് 2 കുട്ടികളടക്കം 3 പേർക്കാണ് പരിക്ക് പറ്റിയത്. ചോർന്നൊലിക്കാവുന്ന മേൽക്കൂരയും സെപ്റ്റിക് ടാങ്കുകളുടെ അശാസ്ത്രീയ നിർമ്മാണവും കാരണം ദുരിത ജീവിതം നയിക്കുന്നത് 94 വീടുകളിലായി 280-ലേറെ കുടുംബങ്ങളാണ്. 2007 തീപിടുത്തമുണ്ടായപ്പോൾ സർക്കാർ സുനാമി ഫണ്ടിൽ പുനരധിവസിപ്പിച്ച 94 കുടുംബങ്ങളുള്ള അഞ്ചുതെങ്ങിലാണ് ഞാൻ എന്നുള്ളത്. ചേച്ചി, ഭൂരിഭാഗം വരുന്ന വീടുകൾ പൊട്ടിത്തകർന്ന അവസ്ഥയിലാണ് അല്ലേ? എന്നുവെച്ചാൽ ഇപ്പോൾ ഒരുപാട് വീടുകൾ എല്ലാം പൊട്ടി ഇതായിട്ട് തന്നെ കിടക്കുന്നത്. പക്ഷെ നമ്മളെ വീടും ഇത്രയും ഇങ്ങനെ ആവും നമ്മൾ ഒട്ടും പ്രതീക്ഷയിലായിരുന്നു. ഇനി എപ്പോഴാണ് ഇത് തകർന്ന് വീഴാന്നുള്ള സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ പേടിച്ചാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒട്ടും കിടക്കാൻ പറ്റത്തില്ല ഈ വീട്ടിൽ. ഇപ്പോൾ ഈ ജൂണിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് നല്ല ബോധ്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ പേടിച്ച് രാത്രി തന്നെ ഞെട്ടിയാണ് ഇളകുന്നത്. അഞ്ചുതെങ്ങിലെ ഓരോ വീട്ടിൽ കയറിയാലും മേൽക്കൂര തകർന്ന് വളരെയധികം അപകട അവസ്ഥയിൽ കഴിയുന്ന കുടുംബങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോഴുള്ളത് ട്രീസ എന്ന് പറയുന്ന അമ്മയുടെ വീട്ടിലാണ്. ഇവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, പൊട്ടി തകർന്നിരിക്കുന്ന വീടുകളാണ്. ഇതിൽ ട്രീസാമ്മയുടെ 2 പേരക്കുട്ടികൾ ഈ ഒരു കോൺക്രീറ്റ് കഷ്ണങ്ങൾ തകർന്ന് വീണപ്പോൾ തന്നെ പരിക്ക് പറ്റിയിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഭയത്തോടു കൂടി ഈ കുടുംബങ്ങൾ കഴിയണം. അമ്മ, ഇപ്പോൾ ഏറെ ഭയമുണ്ട് ഇവിടെ ജീവിക്കാൻ. നമുക്കിവിടെ കിടന്നുറങ്ങാൻ വഴിയില്ല. എങ്ങനെയെന്ന് വെച്ചാൽ ഏത് നിമിഷം ഞാനും വയ്യാത്തൊരു ഭർത്താവും മാത്രമേ ഇതിനകത്തുള്ളൂ. മിക്ക ദിവസം ഞങ്ങൾ ഈ മഴയും കാറ്റും വരുമ്പോൾ ഭയന്ന് വിറച്ചാണ് ഇതിനകത്ത് ഞങ്ങൾ താമസം. രാത്രികളിലൊന്നും ഞങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങത്തില്ല, ഈ വീട്ടിൽ കിടക്കുന്നില്ല. എങ്ങനെയെന്ന് വെച്ചാൽ ഏത് നേരം എന്ത് സംഭവിക്കാം, ഉയിര് പണയപ്പെടുത്തിയാണ് ഇവിടെ കിടക്കുന്നത്. ഈ പേരക്കുട്ടികൾക്ക് വലിയ പരിക്കുകളാണോ സംഭവിച്ചത് അന്ന് വീണപ്പോൾ? 2 കൊച്ചുങ്ങൾക്ക് ഒന്നിന് 6-7 സ്റ്റിച്ചുകളുണ്ട്. എന്നിട്ട് പോലും ഇവരാരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻ്റെ വീട് വയ്ക്കാൻ കഞ്ഞി വെച്ചിട്ട് എത്ര ദിവസമായെന്നറിയാം മക്കളെ വെക്കുന്നില്ല. സത്യം നമ്മൾക്ക് അത്രയ്ക്ക് സാഹചര്യം ഒരു വഴിയില്ല. 10 രൂപ പോലും എൻ്റെ കയ്യിലെടുക്കാനില്ല. എൻ്റെ ഇളയ മോളാണ് ആഹാരം വെച്ച്, അവൾ ഇന്നടുത്ത കുടുംബത്തിൽ ജീവിക്കുന്നില്ല. അവൾ ആഹാരം വെച്ചാണ് മോനെ ഇവിടെ കൊണ്ടുതരുന്നത്. അത്ര സാഹചര്യത്തിലേക്ക് കഴിയുന്ന ഞങ്ങളാണ് മക്കൾ. 2 കെട്ട രീതിയിലാണ് ഞങ്ങളുടെ ഇവിടെ ജീവിതം. വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ കഴിയുന്നതല്ല. വേറെ സഹായിക്കാനോ പിടിക്കാനൊന്നും ആരും തന്നെ ഇല്ല നമുക്ക്. ഇവിടെ നിന്നില്ല അതുവരെ നടക്കണമെന്നുണ്ടെങ്കിൽ കാല് ഭയങ്കര വേദനയും ഉളച്ചിലുമാണ്. പിന്നത്തെ അങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല. ഇവിടെ കിടക്കയിലായിരുന്നപ്പോഴാണ് ഇത് വീണത്. കിടക്കുമ്പോഴാണ് ചെരിഞ്ഞ് വീണത്. മുകളിൽ ആകാശം, താഴെ ഭൂമി എന്ന് പറഞ്ഞ് പല മനുഷ്യന്മാരും നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ എനിക്കിപ്പോൾ ഗിൽബർട്ടിനെ പോലുള്ള ധാരാളം മനുഷ്യന്മാർ അഞ്ചുതെങ്ങിൽ ജീവിക്കുന്നത് ഏത് നിമിഷവും മുകളിൽ നിന്നും വീണ് പതിക്കാവുന്ന കോൺക്രീറ്റ് പീസുകളെ ഓർത്ത് ഭയത്തോടു കൂടിയാണ് പലപ്പോഴും രാത്രികാലങ്ങളടക്കം ചിലവഴിക്കുന്നത്. കഴിഞ്ഞ ഏറെ നാളുകളായി, ഏറെ വർഷങ്ങളായിട്ട് ഇത്തരത്തിലാണ് ഇവിടെയുള്ള 94 വീടുകളിൽ 250-ലധികം കുടുംബങ്ങളാണ് ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആ വീട് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ. ആ വീടിന് മേൽക്കൂര ഇളകി താഴെ വീണാൽ അതിനൊക്കെ വലിയ ചിലവൊന്നുമുള്ള കാര്യങ്ങളല്ലല്ലോ. ഇതൊക്കെ കൃത്യസമയത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ശരിയാണ്, സുനാമി പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മാതൃകാപരമായി ചില വീടുകളൊക്കെ വെച്ചു കൊടുത്തു. പക്ഷേ വീടുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ് എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്യുന്നത്.